ഞാൻ സുജിത രതീഷ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് ഒരു അടിപൊളി ചില്ലി ചിക്കൻ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചില്ലി ചിക്കൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു 500 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. നല്ലപോലെ കഴുകി വെള്ളമെല്ലാം നന്നായിട്ട് പോക്കി ഡ്രൈ ആക്കി എടുത്ത ചിക്കനാണ്. ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കാം. സോയ സോസിനോടൊപ്പം തന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ മൈദ മാവ്, അതോടൊപ്പം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എന്നിവയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അത് ചേർത്ത് കൊടുക്കാം. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് കളറോ അജിനാമോട്ടോ ഒക്കെ വേണമെങ്കിൽ ചേർക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ വൈറ്റ് പെപ്പർ ഉണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ വൈറ്റ് പെപ്പർ ഇട്ടോളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. ഈ മുട്ട ആദ്യമേ വേണമെങ്കിൽ ചേർത്ത് മിക്സ് ചെയ്യാം കേട്ടോ, എന്നോട് വിട്ടുപോയി അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് മുട്ട ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ചിക്കനിൽ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടിത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. നന്നായിട്ട് കവർ ചെയ്തിട്ട് മാറ്റി വെച്ചോളൂ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ക്യാപ്സിക്കമാണ്. ഞാനിവിടെ 3 കളറ് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ക്യൂബായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ക്യാപ്സിക്കം കട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, അതിൻ്റെ അരിയും അതിൻ്റെ വെയിനും ഒക്കെ കളയണം കേട്ടോ. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി മതി. 3 ക്യാപ്സിക്കം എടുക്കുക. അതിൽ ഓരോ ക്യാപ്സിക്കത്തിൻ്റെ ഹാഫ് ഓഫ് എ ക്യാപ്സിക്കം മതി, നമുക്ക് മുഴുവനായിട്ട് വേണ്ട. പിന്നെ 3 കളർ വേണം നിർബന്ധമൊന്നുമില്ല. എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തു. ഗ്രീൻ മാത്രമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ വെയിൻ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഓരോ ക്യാപ്സിക്കവും നമുക്കിതുപോലെ ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു വലിയ ഉള്ളിയാണ്. ഇത് നമുക്കിതുപോലെ ക്യൂബായിട്ട് തന്നെ കട്ട് ചെയ്യാം. കുറച്ച് വലിപ്പമുള്ള ക്യൂബ്സാക്കി കട്ട് ചെയ്താൽ കഴിക്കുമ്പോൾ നല്ല ക്രഞ്ചിനെസ് ആയിരിക്കും. ഒരു ഉള്ളി ഇതുപോലെ ക്യൂബായിട്ട് കട്ട് ചെയ്ത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഉള്ളി കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ അല്ലികൾ ഇതുപോലെ വേർപ്പെടുത്തി എടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് സ്പ്രിംഗ് ഓണിയനാണ്. ആദ്യം ഇതിൻ്റെ വൈറ്റ്സ് നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. വളരെ കുറച്ച് സ്പ്രിംഗ് ഓണിയനെ എടുത്തിട്ടുള്ള ഒരു 2-3 തണ്ട് വൈറ്റ്സ് ആദ്യം ഒന്ന് ചോപ്പ് ചെയ്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഗാർണിഷ് ചെയ്യാനായിട്ട് ഗ്രീൻസ് കുറച്ച് നീളത്തിലൊന്ന് കട്ട് ചെയ്ത് അതും മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 4 പച്ചമുളകാണ്. ഈ പച്ചമുളക് വെർട്ടിക്കലായിട്ട് ഇതുപോലെ ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് അത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാം. ഇതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ വേറെ ഓയിലൊന്നും ഉപയോഗിക്കേണ്ട, കാരണം വേറെ മീൻസ് കോക്കനട്ട് ഓയിലൊന്നും ഉപയോഗിക്കേണ്ട, കാരണം അതിൻ്റെ ഫ്ലേവർ നമ്മുടെ സോസുമായിട്ട് ഒത്തുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും. എപ്പോഴും സൺഫ്ലവർ ഓയിലോ മറ്റോ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഓയിലോ ഉപയോഗിച്ചാൽ മതി. ഈ ഓയിൽ അത്യാവശ്യം ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ചിക്കൻ ഒരു 3 ബാച്ചായിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഓവർ ക്രൗഡായിട്ട് ഇടണ്ട, എപ്പോഴും പറയുന്ന പോലെ തന്നെ തീയും അതേ ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ. അത്യാവശ്യം കുക്കായിട്ട് ചിക്കൻ തിരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഗാർലിക് ചോപ്പ് ചെയ്തെടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ ഗാർലിക് നന്നായിട്ട് ചോപ്പ് ചെയ്തത് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. ചിക്കൻ ഞാനിവിടെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ സോസ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു വോക്ക് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. എപ്പോഴും ചൈനീസ് ഡിഷസ് ഉണ്ടാക്കുമ്പോൾ ചൂട് കുറച്ച് കൂടുതൽ വേണം. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ ഗാർലിക്, അതായത് വെളുത്തുള്ളി നന്നായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് സോട്ട് ചെയ്ത് വെളുത്തുള്ളി ഒരു ബ്രൗൺ ആയി തുടങ്ങുന്ന സമയത്ത് നമ്മൾ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ക്യൂബായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വലിയ ഉള്ളി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ക്യൂബായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ടോസ് ചെയ്തെടുക്കാം. അതോടൊപ്പം തന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം. അതോടൊപ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഗ്രീൻ ചില്ലി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ടോസ് ചെയ്തെടുത്തോളൂ. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ സോയ സോസ്, 1.5 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് എന്നിവ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സോസ് ബോയിൽ ആവാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക്
കോൺഫ്ലോർ സ്ലറി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിൽ ഒരു 3 ടേബിൾ സ്പൂൺ വാട്ടറാണ് മിക്സ് ചെയ്തെടുത്തുള്ളത്. ഇത് ആഡ് ചെയ്തതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോർ പെട്ടെന്ന് കട്ട് ചെയ്യാവും, അതുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങളുടെ കയ്യിൽ റെഡി ആയിരിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇത് സോസ് ഒന്ന് ഡ്രൈ ആയി തുടങ്ങുമ്പോൾ ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ടോസ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ റെഡിയായി. ഇനി ഇത് ഗാർണിഷ് ചെയ്യാനായിട്ട് നമുക്കിതിലേക്ക് സ്പ്രിംഗ് ഓണിയനും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് തീ ഓഫാക്കാം. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇനി അഥവാ എപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു പ്രശ്നമാണ് കോൺഫ്ലോർ ചേർക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് കട്ടിയായി അടിയിൽ പിടിക്കുക. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ സോസ് ചേർത്ത് കഴിഞ്ഞ് ഒന്ന് ബോയിലാകാൻ തുടങ്ങുമ്പോൾ ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചിക്കൻ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ 1/2 കപ്പ് വെള്ളം ചേർക്കുക. 1/2 1/4 കപ്പ് എത്രയാണോ നിങ്ങൾക്ക് സോസ് വേണ്ടത് അതിനനുസരിച്ച്. അതിനുശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോർ ചേർത്ത് നല്ല ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ പിന്നെ തിക്നെസ്സിൻ്റെ ഒരു പ്രോബ്ലം വരില്ല. അപ്പോൾ വീണ്ടും അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് കാണുന്നവരേക്ക് ബൈ ബൈ.